ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ഷുഹൈബ് ഹാജരായപ്പോൾ ആ സമയത്ത് ചോദ്യം ചെയ്യൽ അത്ര സുഗമമായിരുന്നില്ല, മുഴുവൻ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ള ചില പരാമർശങ്ങളെല്ലാം വിമർശനങ്ങളെല്ലാം അന്ന് ഉയർന്നിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയൊരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഷുഹൈബ് ഹാജരായിരിക്കുന്നത്. ഇനിയിപ്പോൾ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതാം, അല്ലേ? തീർച്ചയായും കാളിദാസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണ ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചപ്പോൾ ഷുഹൈബ് യാതൊരു തരത്തിലും സഹകരിച്ചില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ അത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അതായത് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്ന തരത്തിലേക്ക് തന്നെ ഹൈക്കോടതി ഒരു തീരുമാനം കൈക്കൊള്ളുന്നതും. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് കൃത്യമായി ഈ ഒരു കേസിൽ എല്ലാ പഴുതുകളും അടച്ച് ഷുഹൈബിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ക്രൈംബ്രാഞ്ചിന്റെ കേസ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ വരും ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഹൈക്കോടതി ഈ ഒരു കേസ് വീണ്ടും പരിഗണിച്ചിരുന്നത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന് ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ഈ ഒരു കേസിൽ വഴിത്തിരിവായത് മലപ്പുറത്തെ മേൽമുറിയിലെ ഒരു പ്യൂണ് അറസ്റ്റിലായതാണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവാവുന്നതും ഷുഹൈബിനെ പൂട്ടാൻ ഇടയായതും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല എന്നുള്ളത് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇന്നലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തെളിവ് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ പ്യൂണിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഈ ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഷുഹൈബ് വീട്ടിൽ നിന്നുള്ള അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങളാണ് ലഭിക്കേണ്ടത്. നമുക്കറിയാം, കേസുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നത് ഫഹദ്, ജിഷ്ണു ഈ രണ്ട് അധ്യാപകരുമാണ് ഈ ഒരു കേസിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയത് എന്നുള്ളതാണ് ഷുഹൈബ് നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. തനിക്ക് യാതൊരു പങ്കുമില്ല, ഈ ഫഹദ് എന്നൊരു അധ്യാപകൻ നൽകിയിട്ടുള്ള ചോദ്യമാണ് താൻ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ നൽകിയിരുന്ന മൊഴി. പക്ഷേ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഫഹദ്, ജിഷ്ണു ഈ രണ്ട് അധ്യാപകരും നൽകിയിരുന്നത് ഷുഹൈബ് പറഞ്ഞത് പ്രകാരമാണ് തങ്ങൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഈ അധ്യാപകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുകയും അതോടൊപ്പം തന്നെ അധ്യാപകരുമായി തെളിവെടുപ്പ് അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കർണാടക, തമിഴ്നാട് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലെത്തിയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ചും ഡിജിറ്റൽ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തെളിവുകളെല്ലാം ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ മൊഴിയെടുക്കൽ അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫഹദിനെയും അതുപോലെ തന്നെ ജിഷ്ണുവിനും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കേസിൽ ഇനി നിർണായകമാവുക മറ്റ് തെളിവുകളാണ്. അതായത് ഈ പ്യൂണിനെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഷുഹൈബിൻ്റെ മൊബൈൽ ഫോൺ അടക്കം ഇനി പരിശോധിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഷുഹൈബ് ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ചോദ്യം ചെയ്യലുകൾ എന്തായാലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുകയുണ്ടാകും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുകയും ചെയ്യും. ഇന്ന് ഏകദേശം 12 മണിയോട് കൂടി ആയിരിക്കും ഷുഹൈബിൻ്റെ ഈ ഒരു കേസ് പരിഗണിക്കുക. ഇതിൽ നിന്നും ഇനി എന്തൊക്കെയാണ് കോടതി കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കോടതി ഇനി എങ്ങനെയൊക്കെയായിരിക്കും ഈ ഒരു കേസിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി ഇന്ന് തെളിവെടുപ്പ്. കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ എത്തിക്കും. ആദ്യ തെളിവെടുപ്പ് മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിൽ. പ്രദേശത്ത് വൻ സുരക്ഷ.
സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ നടപടി. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപനം. മലപ്പുറം തനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. പെൺകുട്ടികളെ കണ്ടെത്തിയത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ മുംബൈ ലോനാവാലയിൽ നിന്ന്. നിർണായകമായത് ഫോൺ വിവരങ്ങളും മുംബൈയിലെ സലൂണിലെ ദൃശ്യങ്ങളും. കുട്ടികളെ താനൂർ പോലീസിന് കൈമാറും. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക താമരശ്ശേരി കോടതിയിൽ. ഷുഹൈബിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ്. ISL സീസണിലെ അവസാന ഹോം മാച്ചിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ മുംബൈ FC. മത്സരം രാത്രി 7:30.